ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു മൊബൈൽ ആപ്പ് വിത്തൗട്ട് കോഡിംഗ് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ജോട്ട് ഫോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് ജോട്ട് ഫോം GOT ഫോം എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വരുന്ന ഒരു സ്ക്രീനിൽ ലോഗിൻ ചോദിക്കും. അതിന് നിങ്ങൾക്ക് ഗൂഗിൾ വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് സൈൻ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റും. ജസ്റ്റ് ഗൂഗിൾ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക, ഐ എഗ്രി കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മുടെ ജോട്ട് ഫോമിൽ നമ്മുടെ ലോഗിൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഒരു മൊബൈൽ ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. നിങ്ങൾ ജസ്റ്റ് ഇതങ്ങ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ മുകളിൽ മൈ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് മൈ ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. കണ്ടോ, ഈ മൈ ആപ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ക്രിയേറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ക്രിയേറ്റ് ആപ്പിൽ കണ്ടോ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. യൂസ് ടെംപ്ലേറ്റ്സ് 700+ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ബിൽഡ് സ്റ്റോർ ഉണ്ട്. നമുക്ക് ഇതാണ് ഈ യൂസ് ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഡിസൈൻ സ്കിൽസ് വേണ്ടി വരും. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. നമ്മൾ യൂസ് ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. പല രീതിയിലുള്ള കാറ്റഗറീസിലുള്ള പ്ലാനിങ് ആപ്പ് ഉണ്ട്, കമ്പനി പോർട്ടൽ ആപ്പ് ഉണ്ട്, കസ്റ്റമർ പോർട്ടൽ ആപ്പ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ആപ്സ്, ബുക്കിംഗ് ആപ്സ് ഉണ്ട്. കണ്ടോ ഇതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു സ്കെഡ്യൂളിംഗ് ആപ്പ് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു സ്കെഡ്യൂൾ ആപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുപോലെ നമ്മൾ ഏത് ടെംപ്ലേറ്റ് നമുക്ക് ഇതുപോലെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. തന്നെ ഇവിടെ പ്രിവ്യൂ വേണമെങ്കിൽ തന്നെ ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കാണിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആപ്പ് എങ്ങനെയാണ് അത് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ ഇതിവിടെ നമ്മൾ യൂസ് ടെംപ്ലേറ്റ് എന്നതിൻ്റെ മുകളിൽ ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഇത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എഡിറ്ററിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ആപ്പ്. നമുക്ക് ഇത് മുകളിൽ കിടക്കുന്ന ഈ ലോഗോ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലോഗോയുടെ മുകളിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നമുക്ക് സൈഡിലൊരു ബാർ കിട്ടും. ഇവിടെ നമുക്ക് ലോഗോ കണ്ടോ, ഈ ലോഗോ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടോ ഇവിടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടോ ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗോ പോകും. കണ്ടോ ഇനി നമുക്ക് ഒരെണ്ണം അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് കൊടുക്കുക. നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ലോഗോ വന്നു. അതിനുശേഷം ഈ നെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ കൊണ്ടത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണോ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യുറേക്ക എന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം, കോഡ് യുറേക്ക. പിന്നെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തന്നെ കോഡ് യുറേക്ക എന്ന് പേര് കൊടുത്തു. അതിനുശേഷം തന്നെ ഇവിടെ ഷെഡ്യൂൾ ആൻഡ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ നെയിം മാറ്റി ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് കൊടുക്കാം. ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ്. ഇവിടെ നമുക്ക് ഇതും വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വർക്കിംഗ് അവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ പൊസിഷൻ മാറ്റണം. ഇത് കുറച്ച് താഴേക്ക് ഈ ബട്ടറിന് താഴെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഒരു 3 കുത്ത് ഡോട്ട് ഉള്ള കണ്ടോ, അതിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മാറ്റി വെക്കാനായിട്ട് പറ്റും. കണ്ടോ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ബാക്ക് അടിക്കുക, ജസ്റ്റ് ബാക്ക് അടിക്കുക. നമുക്ക് അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോഡ് യുറേക്ക എന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ കോളസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഇതിൽ കോളസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു ഡയലറിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫോൺ നമ്പർ വരാൻ വേണ്ടിയിട്ട് കണ്ട് ഈ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ വരും. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ ഫോൺ നമ്പറിൻ്റെ അകത്ത് ഇത് കണ്ടോ നമുക്കിവിടെ ഈ ഫോൺ നമ്പർ കൊടുക്കാനായിട്ട് ഈ ഫോൺ നമ്പർ ആയിരിക്കും അവിടെ ലോഡായിട്ട് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് അടുത്ത ഈ വെബ്സൈറ്റിൻ്റെ ഇതുണ്ടോ, ഈ വെബ്സൈറ്റിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് ഇത് ലോഡാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഏരിയ. ഇവിടെ വന്നിട്ട് ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. നമ്മളിപ്പോൾ codeureka.com ആണെങ്കിൽ ഇവിടെ വന്നിട്ട് codeureka.india.com എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സൈറ്റിലേക്ക് പോകും.
കോളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഇവിടെ നമ്മളൊരു നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോള് പോകും, ഓട്ടോമാറ്റിക് കോൾ പോകുന്ന രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ, ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ആയിരിക്കും ലോഡാവുന്നത്. ആ ഫോം ലോഡായതിനു ശേഷം അതിലേക്ക് നമ്മൾ ആ കസ്റ്റമർ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നു. പിന്നെ അതെല്ലാം നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, നമ്മളെ കോൾ ആവുന്നു. നമ്മുടെ വെബ്സൈറ്റിൽ കയറണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഈ ഫോം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഫോം നമുക്ക് എഡിറ്റ് ചെയ്യണം. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ബുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എഡിറ്റ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, എഡിറ്റ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ആ ഫോം ലോഡാവും. നമ്മൾ ആ കസ്റ്റമർ കാണുന്ന ആ ഫോം ലോഡാവും. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കളയുക. നമ്മൾ ഇതുണ്ടോ റിക്വസ്റ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഫോം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്നാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നെയിം കണ്ടോ, ഈ നെയിമിൻ്റെ പേര് മാറ്റാം. ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം എന്നുള്ളത് നമുക്ക് ഇത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നെയിം 1 ഉണ്ടോ, അതുപോലെ ആക്കി കൊടുക്കാം. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഇത്രയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഇതെല്ലാം നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുതിയതായിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഒരു അഡ്രസ്സ് ഇല്ല. ഇപ്പം അഡ്രസ്സ് കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ റിമൂവ് കൊടുത്താൽ ഇതങ്ങ് പോകും. നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോം ഇതിൻ്റെ അകത്തുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. കണ്ടോ, അപ്പോൾ അഡ്രസ്സ് കൂടെ ആഡ് ആയി. ഇതിൻ്റെ എല്ലാം പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ടൈം ഇത് സെലക്ട് ചെയ്യും. ഇതൊക്കെ തന്നെ ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഡേറ്റ് പിക്കർ ഈ സാധനമാണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം. പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് പിക്കർ ജസ്റ്റ് ഇപ്പോൾ ഡ്രാഗ് ചെയ്തോണം ഇങ്ങോട്ട് വെക്കാം. അതുപോലെ സിഗ്നേച്ചർ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് കമൻസ് ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ നിന്ന് സെറ്റിങ്സ്, ഈ സെറ്റിങ്സ് ആ ഫോമിൻ്റെ സെറ്റിങ്സ് ആണ്. ഈ ഫോമിൻ്റെ നെയിം മാറ്റണമെങ്കിൽ നമുക്ക് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന ആ ഫോമിൻ്റെ പേര് മാറ്റാം. ഇത് ആ ഫോമിൻ്റെ നെയിം മാറ്റുന്നതാണ്. അത് കാണിക്കുമ്പോൾ ആ ഫോമിന് എന്ത് പേര് കാണിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ മെയിൻ പേജിൽ തന്നെ തിരിച്ച് വന്നിട്ട് നമുക്ക് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്കൊരു നമ്മുടെ ഒരു ലൊക്കേഷനും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു മാപ്പ് കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഉണ്ട് ആഡ് ആൻ എലമെൻറ്റ്. കണ്ടോ, ഒരു എലമെൻറ്റ് ആഡ് ചെയ്യണം. ഇവിടെ ഒരു മാപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്ന് മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കിടക്കുന്നുണ്ടോ, ഇതാണ് ആഡ് എലമെൻറ്റ് എന്നുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് മാപ്പ്, ഇപ്പോൾ ഒരു മാപ്പാണ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു മാപ്പ് എടുക്കുക, ഇവിടെ കൊണ്ടുവെക്കുക. ഇപ്പോൾ ആ മാപ്പ് ലോഡായിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ മുകളിലേക്ക് മാറ്റി വെക്കാം. എങ്ങോട്ട് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. നിങ്ങൾ ഡ്രാഗ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ മാറി വരും. അപ്പോൾ ഈ മാപ്പിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോ എടുക്കുകയാണ്. ഇതിപ്പോൾ മാറ്റണമെങ്കിൽ എഡിറ്റ് കൊടുക്കുക, പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ തന്നെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മുടെ മാപ്പ് കൊടുക്കുക, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ മാപ്പ് എടുക്കുക. നമുക്കിപ്പം നമ്മുടെ സ്ഥലം നമ്മൾ ഇതിൽ കിട്ടിയ ഇത് തന്നെ ഇപ്പോൾ ക്രൗൺ പ്ലാസ ആണെങ്കിൽ ഇവിടെ പോവുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഈ ടോപ്പിക് കാണിക്കുന്നതാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ടോപ്പിക് കാണിക്കുന്ന വാല്യൂസ് നമ്മൾ കോപ്പി ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക് കോപ്പി ആവും. കണ്ടോ, കോപ്പി ചെയ്ത് അതാണ് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ലൊക്കേഷൻ ഏതാണോ അവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതാണ് ഈ ടോപ്പിക് കാണിക്കുന്ന ഈ വാല്യൂ കണ്ടല്ലോ, ഈ വാല്യൂവിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് കോപ്പി ആവും. അതിനുശേഷം നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവെക്കുക. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ സൈറ്റ് വരിക, എന്നതാണ് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വരും. നിങ്ങൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ രണ്ടാമത്തത് കോപ്പി ചെയ്ത് താഴെ വെക്കുക. ഈ കോമ കളയുക. അതിനുശേഷം അത് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം കണ്ടോ, ഇപ്പം നമ്മൾ കൊടുത്ത ലൊക്കേഷൻ ഇതായിട്ടുണ്ട്. ഇത്രയാണ്. അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസിൽ പോവുക. അവിടെ പോയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഇവിടെ കൊടുക്കുക. അതുപോലെ എക്സിൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക, നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഏതിൻ്റെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അതെല്ലാം ഇവിടെ കൊടുക്കുക. ഫേസ്ബുക്കിൻ്റെ അകത്ത് നമ്മുടെ പ്രൊഫൈലിൻ്റെ കോപ്പി ചെയ്ത് URL ഇവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിലേക്ക് അത് പോയിന്റ് ആയിക്കോളും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളൊരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ തന്നെ ഇവിടെ കണ്ടോ, പ്രിവ്യൂ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ പ്രിവ്യൂ ഓൺ ആക്കുക. ജസ്റ്റ് ഒന്ന് അതിനകത്ത് ടാപ്പ് ചെയ്താൽ മതി, ഒന്ന് ഡ്രാഗ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂ വരും. പ്രിവ്യൂ വരുമ്പോൾ ഈ പ്രിവ്യൂ നമ്മുടെ മൊബൈൽ ആപ്പ് മൊബൈലിൽ എങ്ങനെ കാണിക്കും എന്നുള്ളതാണ് ഈ പ്രിവ്യൂവിൽ കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അതിനകത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ കണ്ട് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ടാബ്ലറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മൊബൈൽ തിരിച്ചു പിടിച്ചാൽ എങ്ങനെയാണെന്നുള്ളതും ഇവിടെ അറിയാനായിട്ട് പറ്റും. കണ്ടോ,
ഇതുപോലെ അറിയാനായിട്ട് പറ്റും. അതുപോലെ ടാബ്ലറ്റിലും ഡെസ്ക്ടോപ്പിലും പ്രത്യേകം പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഈ മുകളിലുണ്ട്. ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രിവ്യൂ വരുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അതിനുശേഷം പ്രിവ്യൂ ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചിങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വെബ്സൈറ്റ് വരും. കണ്ടു. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോം എല്ലാം സെറ്റായി. ഇനി നമുക്ക് എലമെന്റ്സ് എന്ത് വേണമെങ്കിലും ഇത് ഒരു യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ URL നമ്മുടെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ എടുത്ത് ഇവിടെ വെക്കുക. വെച്ചിട്ട് അതിൻ്റെ URL പ്രോപ്പർട്ടീസിൽ പോവുക. എന്നിട്ട് അതിൻ്റെ URL നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയുടെ URL ആണ്. അതിൻ്റെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് ആ URL വെച്ചാൽ മതി. URL കോപ്പി ചെയ്യാൻ അറിയാലോ. അത് ജസ്റ്റ് നിങ്ങൾ ഈ URL ഇവിടെ പോയിട്ട് ഇങ്ങനെ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ URL മുകളിലുള്ള URL ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് കിട്ടും. വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് നമ്മളൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ. നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പേരെല്ലാം മാറ്റാനായിട്ട് പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫോം വരുന്നത് ആ ഫോമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതുപോലെ ഈ ബട്ടൺസ് നമുക്ക് എത്ര ബട്ടൺ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റി. ബട്ടൺസ് ഉള്ളത് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ പോയി പ്രോപ്പർട്ടീസ് എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി അടുത്തതെന്ന് വെച്ചാൽ സെറ്റിംഗ്സ്. ഇത് ഫസ്റ്റ് നമ്മൾ ഡിസൈൻ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റിംഗ്സ് ആണ്. എങ്ങനെ ഇത് സെറ്റിംഗ്സ് ഇതാണ് കേട്ടോ. ഈ മൊബൈൽ ആപ്പിൻ്റെ സെറ്റിംഗ്സ് ആണിത്. ഇതിൻ്റെ അകത്ത് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഓപ്പൺ ആക്കുമ്പോഴത്തേ അതിൻ്റെ അകത്ത് ചോദിക്കും ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓണാക്കി വെക്കുക. ഇത് എപ്പോഴും ഓണാക്കി വെക്കുക. കണ്ടിന്യൂ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന യൂസർക്ക് വീണ്ടും ഈ ഫോം എടുത്ത് ഫില്ല് ചെയ്യാനായിട്ട് എപ്പോൾ വേണമെങ്കിലും 2 വട്ടം അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് ആ ഡേറ്റ സേവ് ചെയ്ത് വെച്ച് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതും ഇനേബിൾ ചെയ്തിടുക. പിന്നെ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ റൈറ്റ് ബട്ടൺ ആപ്പ് നെയിം ആൻഡ് ഐക്കൺ. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പണിങ്ങിൽ ലോഡായി വരുമ്പോൾ ഈ ഐക്കൺ ഏതാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുക്കുക. ഇത് റിമൂവ് ചെയ്യുക. അതിന് പകരം നമ്മുടെ ഐക്കൺ ആഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത നമ്മുടെ ഐക്കൺ ഇതുണ്ടല്ലോ ലോഗോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലോഗോ നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ലോഗോ വന്നു. അടുത്തത് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലാഷ് സ്ക്രീനിൻ്റെ അകത്ത് എങ്ങനെ ഇത് വരണം എന്നുള്ളതാണ്. ഷെഡ്യൂളിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഷെഡ്യൂളിംഗ് ആപ്പ് എന്ന് മാറ്റിയിട്ട് കോഡ് യുറേക്കാന്ന് ഞാൻ കൊടുക്കുകയാണ്. ഈ പേരിലായിരിക്കും ഇത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ പേരിലായിരിക്കും നമ്മുടെ ഈ ആപ്പ് നമ്മുടെ മൊബൈലിൽ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ട കോഡ് യുറേക്കാന്ന് തോന്നുന്നു. അതാണ് ഇവിടെ സ്പ്ലാഷ് സ്ക്രീനിലും കോഡ് യുറേക്കാന്ന് തോന്നുന്നു. നമ്മുടെ മൊബൈലിൻ്റെ ഷോർട്ട് കട്ടിലും കോഡ് യുറേക്കാന്ന് തന്നെ വരും. അതിനുശേഷം പബ്ലിഷിൽ പോവാം. ഇപ്പോൾ നമ്മുടെ ഇത് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് അവർക്ക് ഈ നമ്മുടെ കസ്റ്റമേഴ്സിനോ ഈ ഫ്രണ്ട്സിനോ എല്ലാം ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അയച്ചു കൊടുക്കാം. ഇവിടുന്ന് ഇമെയിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുന്ന് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ QR കോഡ് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ QR കോഡാണ്. ഈ QR കോഡ് അയച്ചു കൊടുത്താൽ ഈ QR കോഡ് അവർ മൊബൈൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ അവർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഡേറ്റ് ഇതിൻ്റെ തന്നെ കണ്ടന്റ് കിട്ടും. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത ആപ്പിൻ്റെ ലിങ്ക് കസ്റ്റമർ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. വാട്സപ്പിലാണെങ്കിലും ഇമെയിലായാലും ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പ് റൺ ആവും, ആപ്പ് ഇൻസ്റ്റാൾ ആവും. അത് കഴിയുമ്പോഴത്തെ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് അവർക്ക് കിട്ടും. ഇങ്ങനെ ആയിരിക്കും കസ്റ്റമർ വ്യൂ. നമ്മൾ മൊബൈൽ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. കസ്റ്റമർ ഇങ്ങനെ കാണും. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ നോക്കുമ്പോൾ മാപ്പും കാര്യങ്ങളൊന്നും ആ ബട്ടൺസും എല്ലാം അതുപോലെ തന്നെ കാണിക്കും. കോളേഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ നമുക്ക് വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ബട്ടണും ഉണ്ട്. കോളേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞാൽ ഒരു ഡയലർ ഓപ്പണായി വന്ന് അതിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ ഡയലാവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡയലറിലേക്ക് നമ്മുടെ നമ്പർ വരും. അതുപോലെ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ നമ്പർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും. ഇപ്പം ഞാൻ ബാക്ക് അടിക്കുവാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ ലോഡാകും. അതുപോലെ തന്നെ പിന്നുള്ളത് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പറഞ്ഞ ഫോം ലോഡാകും. ആ ഫോമിൽ പറഞ്ഞ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. കണ്ടോ, ആ ഫോം വന്നു. അതിൻ്റെ ഇപ്പം നെയിം നമ്മളിപ്പോൾ ഞാൻ അരുൺ എന്ന് എൻ്റർ ചെയ്യാണ്. അരുൺ ജസ്റ്റ് ഇനിഷ്യൽ കൊടുക്കുന്നു. അതുപോലെ ഫോൺ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം ഇമെയിൽ ID. ഇപ്പം നമ്മൾ മാക്സിമം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം കളക്ട് ചെയ്യുന്ന ഡേറ്റ മാത്രമേ കസ്റ്റമറിനെ കളക്ട് ചെയ്യാവുള്ളൂ. ഒരുപാട് ഡേറ്റ കൊടുത്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡേറ്റകൾ നമ്മളൊരിക്കലും കസ്റ്റമറിനെ കൊണ്ട് എൻ്റർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ഇതിൻ്റെ ആഡ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അഡ്രസ്സ് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാനും വേറൊരു ഫീൽഡ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനും ഒക്കെ അറിയാമല്ലോ. മറ്റേ ആ ഫോമിൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതനുസരിച്ചായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ കൊച്ചി കൊടുക്കുകയാണ്. ഇപ്പോൾ സാമ്പിളായിട്ട് ഞാൻ കൊച്ചി കൊടുക്കുന്നു. സ്ട്രീറ്റ് കേരള കൊടുക്കുന്നു. സ്റ്റേറ്റ് കേരള. ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു.
കൊച്ചി. ഓക്കെ, ഫസ്റ്റ് ടൈം വിസിറ്റ് ആണ്. ഇതൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇത് യോജിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കമൻറ്റ്സ് എന്തെങ്കിലും വെറുതെ കൊടുക്കുന്നു, കമൻറ്റൊക്കെ എടുത്ത് കളയാം, വേണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയുക. അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ മെസ്സേജ് കാണിക്കും. നമ്മളിത് ഇപ്പം അപ്ലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലയന്റ് ഫില്ല് ചെയ്ത ഡേറ്റാസ്, മൊബൈൽ ആപ്പിൽ ഫില്ല് ചെയ്യുന്ന ഡേറ്റാസ്, ആ ലീഡ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്നുമില്ല, ഈ ജോബ് ഫോമിന്റെ തന്നെ സൈറ്റിലേക്ക് വരിക. സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ജസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ തന്നെ മൈ ഫോംസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. മൈ ഫോംസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. വൺ സബ്മിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുക. എത്ര സബ്മിഷൻ ഉണ്ട് അവിടെ കാണിക്കുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ്, ആ ക്ലയന്റ് അല്ലെങ്കിൽ ആ കസ്റ്റമർ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് തന്നെ നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വരുന്ന ഡയലോഗ് ബോക്സ് ജസ്റ്റ് കണ്ടോ, നമ്മളിപ്പോ മൊബൈൽ ആപ്പിൽ നിന്ന് ഫില്ല് ചെയ്ത ഡേറ്റയാണ് ഇത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും താഴേക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എത്ര ക്ലയൻസ് എത്ര ആഡ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അതെല്ലാം നമുക്ക് ഈ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നമുക്ക് കൂടുതൽ നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈൽ ആപ്പ് ഇപ്പം ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ തന്നെ ഈ നമ്മുടെ ഹോം സ്ക്രീനിൽ പോവുക. അതിനുശേഷം ഈ മൈ ഫോംസ് എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്യും. അതിനുശേഷം മൈ ആപ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ആപ്പുകളെല്ലാം അവിടെ കാണിക്കും. നമ്മൾ എത്ര ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം അവിടെ കാണിക്കണം. ഇപ്പൊ കോഡിയുടെക്കാന്ന് പറഞ്ഞ ഒരു കണക്കാക്കുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ എഡിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ വിൻഡോ അവൈലബിൾ ആയിട്ട് നമ്മുടെ ആ ആപ്പിന്റെ വിൻഡോ അവൈലബിൾ ആയിട്ട് വരും. അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിസൈൻ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇതുപോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ സെറ്റിംഗ്സ് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മൾ ഈ പബ്ലിഷിലേക്ക് പോകുക. പബ്ലിഷ് പോകുമ്പോഴേ വീണ്ടും നമുക്ക് ഈ ആപ്പ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു.